എനിക്കോ എൻ്റെ നെക്സ്റ്റ് ജനറേഷനോ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനോ ജാതി മാറി ഇനി അടുത്തൊരു ജാതിയിലേക്ക് മൊബിലിറ്റി ഒരു സ്കെയിൽ വെച്ച് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്റർ ജനറേഷനിലായിട്ട് എന്നെ ബാധിക്കില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് പലപ്പോഴും സവർണ മനുഷ്യർക്ക്. ഈ ഒരു ഡിവൈഡ് പറയുന്നതിന് എനിക്ക് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ല. കാരണം ഒരു കുട്ടിയുടെ മരണത്തിൻ്റെ മുന്നിലാണ് ഈ നിൽക്കുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കണം ആ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഇനിയെങ്കിലും ഒരു മൂഢസ്വർഗത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട അവസരം വന്നു കഴിഞ്ഞത് കഴിഞ്ഞിരിക്കുന്നു. Where you should understand and acknowledge that lives are different. നമ്മൾ വേറെ യൂണിവേഴ്സസിലാണ് ജീവിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. സാമ്പത്തിക ഡിസ്ക്രിമിനേഷൻ വരുന്നവർക്ക് പിന്നെ എപ്പോഴെങ്കിലും ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെൽത്ത് എന്ന് പറയുന്നത്. ഇഫ് യു ആർ എക്കണോമിക്കലി പുവർ യു ക്യാൻ വർക്ക് ഓർ യു ക്യാൻ അക്വയർ വെൽത്ത്. പക്ഷെ ജാതി നിങ്ങൾക്ക് അക്വയർ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. എനിക്കോ എൻ്റെ നെക്സ്റ്റ് ജനറേഷനോ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനോ ജാതി മാറി ഇനി അടുത്തൊരു ജാതിയിലേക്ക് മൊബിലിറ്റി ഒരു സ്കെയിൽ വെച്ച് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്റർ ജനറേഷനിലായിട്ട് എന്നെ ബാധിക്കില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് പലപ്പോഴും സവർണ മനുഷ്യർക്ക്. ഈ ഒരു ഡിവൈഡ് പറയുന്നതിന് എനിക്ക് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ല. കാരണം ഒരു കുട്ടിയുടെ മരണത്തിൻ്റെ മുന്നിലാണ് ഈ നിൽക്കുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കണം ആ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഇനിയെങ്കിലും ഒരു മൂഢസ്വർഗത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട അവസരം വന്നു കഴിഞ്ഞത് കഴിഞ്ഞിരിക്കുന്നു. Where you should understand and acknowledge that lives are different. നമ്മൾ വേറെ യൂണിവേഴ്സസിലാണ് ജീവിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. നിരന്തരമായിട്ട് ഇങ്ങനെ നടക്കുന്നത് 77% കുട്ടികളാണ്. തോരാട്ട് കമ്മിറ്റി കേരളത്തിൽ ഒരു ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കിയിട്ടില്ല. ചർച്ചകൾ പോലും. ഞാൻ മലയാളത്തിൽ തോരാട്ട് കമ്മിറ്റിയുടെ ഒരു ട്രാൻസ്ലേഷന് വേണ്ടി കഴിഞ്ഞ 12-ാം തീയതി തൊട്ട് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ഒരു മലയാളം ട്രാൻസ്ലേഷൻ പോലും ഇല്ല തോരാട്ട് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിക്കോ. ആരെങ്കിലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു 3-4 ലൈനെങ്കിലും ഇതിനെക്കുറിച്ച് വരില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം തോരാട്ട് കമ്മിറ്റി റിപ്പോർട്ട് യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിലെ ജാതി അതിക്രമങ്ങളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് തോരാട്ട് കമ്മിറ്റി റിപ്പോർട്ട്. തോരാട്ട് കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ ചർച്ച പോലും ചെയ്തിട്ടില്ല. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. തോരാട്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന 77% കുട്ടികളോട് അവരുടെ എക്സാമിനേഴ്സ് അവരുടെ ജാതി ചോദിച്ചിട്ടുണ്ട് എന്നാണ്. 88% ദളിത് കുട്ടികൾ മാത്രമല്ല ദളിതും ഗോത്രവർഗത്തിൽപ്പെട്ട SC/ST കുട്ടികൾ അവരുടെ ക്ലാസ്സിൽ സഹപാഠികളാൽ പല രീതിക്കുള്ള ജാതി വിവേചനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. 88% കുട്ടികൾ. ഈ ഒരു പേഴ്സൻ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് 10 SC/ST കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ അതിൽ 9 കുട്ടികളും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഭവൻസർ റാവു എന്ന് പറഞ്ഞ സ്കോളറുടെ ആർട്ടിക്കിൾ പറഞ്ഞ 23-25% SC/ST കുട്ടികൾ സൂയിസൈഡിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതായത് 4-1 SC/ST കുട്ടികൾ 4 SC/ST കുട്ടികളിൽ ഒരാളെങ്കിലും ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിട്ടുണ്ടെന്നല്ല, സൂയിസൈഡിനെ കുറിച്ച്, ജാതി കാരണം സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നാണ്. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു മരണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ മരണം ഷോക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നു, ഒരു മാർട്ടിയർഡം വേണ്ടി വന്നു എന്ന് പറയുന്നത്. അതും ഒരു മാർട്ടിയർഡം അല്ലല്ലോ. രോഹിത് വെമുലയുടെ മാർട്ടിയർഡം നമ്മൾ കണ്ടു, പായൽ താഡ്വിയുടെ മാർട്ടിയർഡം നമ്മൾ കണ്ടു, ദർശൻ സോലാങ്കിയുടെ മാർട്ടിയർഡം നമ്മൾ കണ്ടു. ഇന്ന് നമ്മുടെ ഇത്രയും അടുത്ത് ഇതിൻ്റെ മാർട്ടിയർഡം കണ്ടുവന്നു. ഇനി എത്ര കുട്ടികൾ മരിക്കേണ്ടി വരും ഫൈനലി ഇത് അക്നോളജ്ഡ് ആകാൻ? SC/ST കുട്ടികൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഇക്വിറ്റി ആക്ട് UGC കൊണ്ടുവന്നു. അതിനെതിരെ ഡൽഹിയിൽ വലിയ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നു. ബ്രാഹ്മിൺവാദ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന പെൺകുട്ടികളെ നമ്മൾ അവിടെ കാണുന്നു. നമ്മൾ റെസ്പോണ്ട് ചെയ്തു. അല്ലെങ്കിൽ SC/ST ഇക്വിറ്റി ആക്ട് UGC ഇങ്ങനെ കൊണ്ടുവന്നതിനെ കുറിച്ച് എത്ര യൂണിവേഴ്സിറ്റികളിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്? കേരളത്തിൽ എത്ര കോളേജുകൾ ഒരു ചർച്ച വെച്ചിട്ടുണ്ട്? വീണ്ടും കാസ്റ്റ് ഡിനയലിലേക്ക്, അല്ലെങ്കിൽ അത് നമുക്ക് കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അല്ലെങ്കിൽ ജാതി പറയുന്നവരെ മാത്രം ജാതിവാദികളായി ആക്കി ചിത്രീകരിച്ച് കൈ കഴുകാനുള്ളൊരു ടെൻഡൻസി വളരെയധികം കൂടി നിൽക്കുന്ന ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും അധികം അതിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന ഒരു കേരളയാണ് നമ്മൾ കാണുന്നത്. ഗോപാൽ ഗുരു എന്ന് പറഞ്ഞ എഗെയിൻ നമ്മളിതെല്ലാം നോക്കുമ്പം പലപ്പോഴും മലയാളം തർജ്ജമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മലയാളത്തിന് ഈക്വൽ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രാൻസ്ലേഷൻ നോക്കുന്നത്. ഗോപാൽ ഗുരുവിൻ്റെ ഹ്യൂമിലിയേഷൻ
എന്ന് പറഞ്ഞ വർക്കുണ്ട്. എഡിറ്റഡ് വോളിയമാണ്. ആ എഡിറ്റഡ് വോളിയത്തിൻ്റെ അതിൽ അപമാനം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഫുൾ ഡിഗ്രിയിൽ അതിൻ്റെ അർത്ഥം മുന്നോട്ട് വരില്ല. ഇതിൻ്റെ ട്രാൻസ്ലേഷനില്ല, അതുകൊണ്ട് ഞാൻ ഹ്യൂമിലിയേഷൻ എന്ന് തന്നെ പറയുകയാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ഫിസിക്കൽ കാസ്റ്റിനെ സംബന്ധിച്ച് ഫിസിക്കൽ വയലൻസ്, ഇതുപോലെ ഒരു ജാതിക്കൊല, അതിനെ KN മാഷിനോട് എല്ലാ റെസ്പെക്റ്റോടും കൂടെ വിയോജിക്കുകയാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മർഡർ എന്ന് തന്നെ പറയില്ല, അത് ഭയങ്കര സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു വാക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിസ്റ്റമാണ് കൊല്ലുന്നത്, സിസ്റ്റം അല്ല. ആ സിസ്റ്റത്തിൽ നിങ്ങൾ എന്നെ പോലുള്ള മനുഷ്യർ തന്നെയാണ് കൊല്ലുന്നത്. ആ മനുഷ്യരുടെ ഉള്ളിലുള്ള ജാതി തന്നെയാണ് കൊല്ലുന്നത്. അതുകൊണ്ട് അതിനെ തന്നെ കാസ്റ്റ് കില്ലിംഗ് എന്ന് മാത്രമേ അതിനെ വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിതിൻ രാജ് പോലെയുള്ള കാസ്റ്റ് കില്ലിങ്സിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് റേപ്പ് പിരമിഡ് പോലെയുള്ള കാസ്റ്റ് പിരമിഡ് മനസ്സിലാക്കണം. അത് എല്ലാ ദിവസവും നമ്മുടെ തമാശകളിൽ, വീടുകളിൽ, മാട്രിമോണിയൽ പരസ്യങ്ങളിൽ, അല്ലാത്ത പരസ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ജാതിയുടെ കൾമിനേറ്റിംഗ് പോയിന്റാണ് കാസ്റ്റ് കില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം വന്ന് കാസ്റ്റ് കില്ലിങ്ങിനെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ അസുഖത്തിനെ ചികിത്സിക്കാതെ സിംറ്റമിനെ ചികിത്സിക്കുന്നത് പോലെയാണ്. ഈ ഹ്യൂമിലിയേഷൻ എന്നുള്ള വർക്കിൽ അദ്ദേഹം ഗോപാൽ ഗുരു തിയറൈസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഫിസിക്കൽ വയലൻസ് നടക്കുമ്പോൾ, ശാരീരികമായിട്ട് ആരെങ്കിലും ഉപദ്രവിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ജാതി മർദ്ദനം ഏൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലൊരു മരണം നടക്കുമ്പോൾ മാത്രമേ ഇത് വയലൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാകാറുള്ളൂ. എന്നാൽ ഈ വയലൻസ് ഇന്ത്യൻ സൊസൈറ്റിയിൽ വ്യവസ്ഥാപിതവും ഘടനാപരവുമാണെന്ന്, സ്ട്രക്ചറൽ ആൻഡ് സിസ്റ്റമിക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എപ്പിസ്റ്റമിക് ആയിട്ടുള്ള, അതായത് നമ്മൾ ജ്ഞാനം എന്ന് വിചാരിക്കുന്ന നമ്മുടെ ജ്ഞാനഘടനയിൽ തന്നെ ജാതി വയലൻസ് എംബഡഡ് ആണെന്ന് ഗോപാൽ ഗുരു അതിനകത്ത് തെളിയിക്കുന്നുണ്ട്.